ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മെമ്മറി ഡിവൈസുകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളിലെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകളെ പറ്റി പറഞ്ഞു. ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ് എല്ലാം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസുകളെ പറ്റിയാണ്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക്കൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ഉപയോഗിക്കുന്ന ടെക്നോളജി അല്ലേ? സ്റ്റഡി ഓഫ് ലൈറ്റ് ഈസ് യൂഷ്വലി കോൾഡ് ഒപ്റ്റിക്സ്. അപ്പോൾ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ റെക്കോർഡ് ചെയ്യുകയും റീഡ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും റീഡ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 3 തരത്തിലുള്ള ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് CD കോമ്പാക്ട് ഡിസ്ക് എന്ന് പറയും. 2 DVD ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് എന്ന് പറയും. മൂന്നാമത്തത് ബ്ലൂറേ DVDs ആണ്. ഈ ഡിസ്കുകളിലെല്ലാം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ലേസർ ബീമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. സ്റ്റോർ ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു ലേസർ ബീംസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ലേസർ ബീംസ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഏരിയസ്, ആ ഏരിയസിൽ പിറ്റുകൾ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പറയും CD ബേൺ ചെയ്യാന്നല്ലേ പറയാം. അപ്പോൾ വെൻ യു അപ്ലൈ ലേസർ ബീംസ് ഓൺ എ പെർട്ടിക്കുലർ സർഫസ് ഓഫ് ദ ഡിസ്ക്, ദർ ആർ പിറ്റ്സ് ദാറ്റ് ആർ ക്രിയേറ്റഡ്. ഇനി ലേസർ ബീംസ് അപ്ലൈ ചെയ്യാത്ത ഏരിയസിനെ ലാൻഡുകൾ എന്ന് പറയും. ഇപ്പൊ ഈ പിറ്റ്സ് ആൻഡ് ലാൻഡ്സിനെ റീഡ് ചെയ്യുന്ന സമയത്ത് സീറോസും വൺസുമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ലേസർ ബീംസ് ഇത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ പിറ്റ്സ് ആർ ഇന്റർപ്രറ്റഡ് ആസ് 0 ആൻഡ് ലാൻഡ്സ് ആർ ഇന്റർപ്രറ്റഡ് ആസ് 1s. ഇതാണ് അതിന്റെ റെക്കോർഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ഡിവൈസുകളിൽ ഡാറ്റ വിൽ ബി റിട്ടൺ ആസ് എ സിംഗിൾ സ്പൈറൽ. നമ്മൾ ഹാർഡ് ഡിസ്കിന്റെ കാര്യത്തിൽ കണ്ടത് കോൺസെൻട്രിക് സർക്കിളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ആ കോൺസെൻട്രിക് സർക്കിളുകളാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിംഗിൾ സ്പൈറൽ ആയിട്ടാണ് ഡാറ്റ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. നമുക്ക് ഒന്നാമത്തെ കാറ്റഗറി ഓഫ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് CD ആണ്. കോമ്പാക്ട് ഡിസ്ക് എന്ന് പറയും. ഈ CDകളിൽ ഡാറ്റ റെക്കോർഡ് ചെയ്യാനും റീഡ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നത് റെഡ് ലേസർ ബീമുകളാണ്. സാധാരണഗതിയിൽ ഈ CDയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 700 മെഗാബൈറ്റ്സ് ആണ്. അത്രയും ഡാറ്റയാണ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ പാട്ടുകൾ അതുപോലെ സിനിമകളൊക്കെ ഇതിനകത്ത് സാധാരണ സ്റ്റോർ ചെയ്യാറുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് 2 തരത്തിലുള്ള CDകൾ അവൈലബിൾ ആണ്. ഒന്ന് CDR എന്ന് പറയും, CD റെക്കോർഡബിൾ. 2 CDRW എന്ന് പറയും, CD റീറൈറ്റബിൾ. അപ്പോൾ റെക്കോർഡബിൾ CDകളിൽ നമുക്ക് ഒരു തവണ റൈറ്റ് ചെയ്യും. നമ്മൾ CD റൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് ഡാറ്റ ബേൺ ചെയ്യാം. അതിലേക്ക് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. റൈറ്റ് വൺസ് റീഡ് മെനി എന്നുള്ളൊരു ഓപ്ഷനാണ് അത്. WORM, വേം ഡിസ്കുകൾ എന്ന് പറയും. ഇനി രണ്ടാമത്തെ RW, CDRW എന്നുള്ളതാണ്. അത് റീറൈറ്റബിൾ ആണ്. മെനി ടൈംസ് ഡാറ്റ ക്യാൻ ബി ഇറേസ്ഡ് ആൻഡ് റീറിട്ടൺ ഓൺ ദിസ് ടൈപ്പ് ഓഫ് ഡിസ്ക്. അപ്പോൾ ഇതാണ് CDയുടെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് DVDs ആണ്. ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്കുകൾ എന്നാണ് അതിന് പറയാം. കുറേ കൂടി കണ്ടന്റുകൾ, കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ DVDs യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ DVDസിൽ കുറച്ചും കൂടി തിക്ലി പാക്ക് ചെയ്തിട്ടുണ്ടാവും ഡാറ്റ. ഇവിടെയും റെഡ് ലേസർ ബീംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും. The storage capacity of a DVD varies from 4.37 GB to 15.9 GB. അത്രയുമാണ് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ DVDs 3 ഡിഫറെന്റ് വേരിയൻസിലുണ്ട്. 3 ഡിഫറെന്റ് വേരിയൻസ് ഓഫ് DVDs ആർ അവൈലബിൾ. അതിലൊന്ന് DVD ROM, 2 DVD RAM ആൻഡ് മൂന്നാമത്തെ DVD RW. 3 കാറ്റഗറിയിൽ DVDs അവൈലബിൾ ആണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബ്ലൂറേ ഡിസ്ക് ആണ്. ബ്ലൂറേ ഡിസ്കിന് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ബ്ലൂ വയലറ്റ് ലേസർ ബീംസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ ഡാറ്റ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത് ഹൈ കമ്പയർഡ് ടു അതർ ടൈപ്സ് ഓഫ് ഡിസ്ക്. ഇതിൽ നമുക്ക് സാധാരണയായിട്ട് ഒരു സിംഗിൾ സൈഡഡ് ബ്ലൂറേ ഡിസ്കിലാണെങ്കിൽ 25 GB ഡാറ്റ സ്റ്റോർ ചെയ്യാം. വേറെ ഒരു ഡ്യുവൽ സൈഡ് ബ്ലൂറേ ഡിസ്ക് ആണെങ്കിൽ അതിൽ 50 GB വരെയൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ബ്ലൂറേ ഡിസ്കിന്റെ പ്രത്യേകത. ഈ ബ്ലൂ വയലറ്റ് ലേസർ ബീംസിന് വേവ് ലെങ്ത് കുറവായതുകൊണ്ട് ഇതിന് നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്പോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിറ്റ്സ് ആൻഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ തിക്ലി പാക്ഡ് ആയിട്ടുള്ള പിറ്റ്സ് ആൻഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിലേക്ക് കൂടുതൽ
ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി, അതായത് സെക്കൻഡറി ഓർ ഓക്സിലറി മെമ്മറിയിൽ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാറ്റഗറി ഏതായിരുന്നു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, രണ്ടാമത്തെ കാറ്റഗറിയാണ് ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്, മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസുകളാണ്. സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസ് നമ്മൾ വളരെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഡിവൈസുകളാണിത്. ടെറിഷറി സ്റ്റോറേജ് ഡിവൈസുകളായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. കാരണം ഇത് പോർട്ടബിൾ ആണ്, നമുക്ക് കമ്പ്യൂട്ടറിൽ ഫിക്സ് ചെയ്തേക്കുന്ന സാധനങ്ങളല്ല. ഇത് നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കൈമാറ്റം ചെയ്യാനൊക്കെ ആയിട്ട് ഈ സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൽ ഒന്നാമത് ഫ്ലാഷ് മെമ്മറി എന്നാണ് പറയുക. ഈ ഫ്ലാഷ് ഡ്രൈവുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ PROM ചിപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കലി റീസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ചിപ്പുകളാണ് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള സെമി കണ്ടക്ടർ ഡിവൈസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് ഫ്ലാഷ് ഡ്രൈവുകളാണ്. നമ്മൾ പെൻ ഡ്രൈവ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു തമ്പിന്റെ അത്രയും വലിപ്പമേ അതിനൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ നമുക്ക് സാധാരണ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാഷ് ഡ്രൈവുകൾ എന്നൊക്കെ പറയുന്നത് 512 GB ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈ മെമ്മറികളൊക്കെ അവൈലബിൾ ആണ്, ഫ്ലാഷ് ഡ്രൈവുകൾ അവൈലബിൾ ആണ്. USB flash drives are portable as well as rewritable. Portable എന്ന് പറഞ്ഞാൽ I already told you can carry it from one computer to another computer. And rewritable also. അതിനകത്ത് ഉള്ള ഡാറ്റ നമുക്ക് റിമൂവ് ചെയ്തിട്ട് പുതിയ ഡാറ്റ റൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന് പറയുന്നത് മെമ്മറി കാർഡുകളാണ്. നമ്മുടെ മൊബൈലിലൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാറുള്ള മെമ്മറി കാർഡുകൾ. ഈ മെമ്മറി കാർഡുകളും വളരെ ഹ്യൂജ് കപ്പാസിറ്റി ഉണ്ട് ഇപ്പോഴത്തെ മെമ്മറി കാർഡുകൾ. ആൻഡ് ഇറ്റ്സ് ഓൾസോ അവൈലബിൾ ഇൻ ഡിഫറെന്റ് സൈസസ്. പല സൈസുകളിൽ അവൈലബിൾ ആണ്. ക്യാമറയിൽ ഇടുന്ന ഒരു ടൈപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ഫോണുകളിൽ ഇടുന്ന മൈക്രോ കാർഡുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെ പലതരത്തിലുള്ള കാർഡുകൾ അവൈലബിൾ ആണ് മാർക്കറ്റുകളിൽ. ഇറ്റ് ക്യാൻ ഓൾസോ സ്റ്റോർ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ലൈക്ക് ഈ അപ് ടു 512 GB ഡാറ്റയൊക്കെ ഈ കാർഡുകളിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഇപ്പം കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള കാർഡുകളിൽ ഇത്രയും എമൗണ്ട് ഓഫ് ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇത് ഒരു ഫ്ലാറ്റ് സൈസിലായിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് സൈസ് അബൌട്ട് 1 inch into 0.75 inch and thickness of about 2 mm. 2 mm thickness ആണ് സാധാരണയായിട്ട് ഇതിനുണ്ടാവുക. അപ്പം ഇത്രയുമാണ് നമ്മൾ മെമ്മറി ഡിവൈസുകളെ പറ്റി പഠിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ പലതരത്തിലുള്ള മെമ്മറികളെ പറ്റി പഠിച്ചു. ഇപ്പം ഈ മെമ്മറികളുടെ റോൾ എന്താണ്? ഒരു കമ്പ്യൂട്ടറിൽ വരുമ്പോഴത്തേന് പലതരത്തിലുള്ള മെമ്മറികളുണ്ട്. ആ മെമ്മറിയുടെ റോൾ, വാട്ട് ഇസ് ദ റോൾ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ ഷോ യു എ ഡയഗ്രാം, പിരമിഡ്. അപ്പോൾ അതിൽ പിരമിഡിന്റെ ഏറ്റവും ബേസിൽ വന്നിരിക്കുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളാണ്. ഹാർഡ് ഡിസ്ക് പോലുള്ള സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളാണ്. അതിന്റെ മുകളിൽ വന്നിരിക്കുന്നത് റാം ആണ്. അതിന്റെ മുകളിൽ ക്യാഷെ മെമ്മറി ഉണ്ട്. അതിന്റെ മുകളിൽ രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റേഴ്സ് ആർ സ്റ്റോറേജ് ലൊക്കേഷൻ വിത്തിൻ ദ CPU itself, നോട്ട് പാർട്ട് ഓഫ് ദ മെമ്മറി ഡിവൈസുകൾ, ബട്ട് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ CPU itself. അപ്പോൾ ഇത് നമ്മൾ പിരമിഡ് നോക്കുകയാണെങ്കിൽ ആസ് ദ ഷേപ്പ് ഓഫ് ദ പിരമിഡ് ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് ഓഫ് ദ മെമ്മറി ഇൻക്രീസസ് ആസ് വി ഗോ അപ്പ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ഇതിൽ തന്നെ ഏറ്റവും സ്ലോവസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളാണ്. ഇനി ഇതിന്റെ സൈസ് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ, സൈസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് ഏതാണ്, ഏറ്റവും കുറവ് സൈസ് ഉള്ളത് ഏതാണ്, വിച്ച് ഇസ് ദ ഹയസ്റ്റ് കപ്പാസിറ്റി ഡിവൈസസ്, അത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളാണ്. ഇനി അതിന്റെ മുകളിലുള്ള റാം അതിനേക്കാൾ കുറവായിരിക്കും. ക്യാഷ് മെമ്മറി അതിലും കുറവായിരിക്കും. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്മോൾ മെമ്മറി ലൊക്കേഷൻസ് ആണ്, വളരെ ചെറിയ മെമ്മറി ലൊക്കേഷൻസ് ആണ്. ആൻഡ് കോസ്റ്റ് ഓൾസോ വിൽ ഇൻക്രീസ് പെർ ബിറ്റ്. ഒരു ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിന്റെ കോസ്റ്റ് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് ആസ് യു ഗോ അപ്പ്. രജിസ്റ്റേഴ്സ് ആണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത്. കോസ്റ്റ് പെർ ബിറ്റ് ആണ് ഞാൻ പറയുന്നത്. അപ്പം രജിസ്റ്റേഴ്സ് ആർ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഡിവൈസസ്. ഹാർഡ് ഡിസ്കിന്റെ ഒരു കോസ്റ്റ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ദ കോസ്റ്റ് ഈസ് ക്വൈറ്റ് ലോ. അപ്പോൾ ഇതാണ് different memories and their speed as well as the cost per bit. നമ്മൾ പലതരത്തിലുള്ള മെമ്മറി ഡിവൈസുകൾ കണ്ടു. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടു. ഈ മെമ്മറി ഡിവൈസുകൾ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഉപയോഗപ്പെടുന്നു, അതിൻ്റെ റോള് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ, ഒരു അനാലജി ആയിട്ട് നോക്കാം. പ്രിപ്പയറിങ് എ സാലഡ്. നമുക്ക് ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് റെഫ്രിജറേറ്ററിൽ കുറേ വെജിറ്റബിളുകളുണ്ട്. ഈ വെജിറ്റബിളുകൾ നമ്മൾ സാധാരണ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാറുണ്ട്. കുറച്ച് ആവശ്യം വേണ്ട വെജിറ്റബിൾ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റും. അതിലൊരു കട്ടിംഗ് ബോർഡ് ഉണ്ടാവും.
അപ്പോൾ നമ്മൾ വേണ്ട വെജിറ്റബിൾ എടുത്ത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്യുന്നു. ആ ചോപ്പ് ചെയ്ത വെജിറ്റബിൾ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു കോർണറിലേക്ക് മാറ്റുന്നു. പിന്നീട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കൂടുതലാകുമ്പോൾ അത് വേണമെങ്കിൽ ഒരു ബോളിലേക്കൊക്കെ മാറ്റുന്നു. ബോൾ പിന്നീട് ബോളിലാണ് നമ്മൾ സലാഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ സലാഡ് നമ്മൾ വീണ്ടും റെഫ്രിജറേറ്ററിലേക്ക് മാറ്റുന്നു. ഈ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു അനാലജി നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററിനോട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റും. യു ക്യാൻ സ്റ്റോർ എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഇത് റെഫ്രിജറേറ്ററിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്ത് നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് കൊണ്ടുവരും. ഈ കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിന് റിസംബിൾ ചെയ്യും. മദർ ബോർഡ് പോലെ മദർ ബോർഡിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ കട്ടിംഗ് ബോർഡും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെജിറ്റബിൾ എല്ലാം വെക്കുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലാണ്. അപ്പോൾ അതിനുശേഷം അത് കൗണ്ടർ ടോപ്പിന് നമ്മൾ മദർ ബോർഡാക്കി മാറ്റിയാൽ അവിടെ നമ്മൾ ഈ വെജിറ്റബിളുകൾ സ്റ്റോർ ചെയ്യുന്നു. വെജിറ്റബിളുകൾ ഒരു ഭാഗത്ത് നമുക്ക് ആവശ്യം വേണ്ട വെജിറ്റബിളുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിളുകൾ സ്റ്റോർ ചെയ്യുന്ന ആ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അത് നമ്മുടെ റാമുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതാണ് റാം എന്ന് പറയുന്നത്. അപ്പോൾ റെഫ്രിജറേറ്ററിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും CPU അല്ലെങ്കിൽ നമുക്ക് അത് വെജിറ്റബിൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ റാമിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ ഈ കട്ടിംഗ് ബോർഡിന്റെ ഒരു കോർണറിലേക്ക് വേണം. ഈ കട്ടിംഗ് ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ALU ആയിട്ട് അനാലജി കാണാം അല്ലെങ്കിൽ ALU ആയിട്ട് താരതമ്യപ്പെടുത്താം. അപ്പോൾ അവിടെയാണ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യപ്പെടുന്നത്. ഇനി ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് എന്തിനു ബേസ് ചെയ്തിട്ടാണ്? അതിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മളിപ്പം ഈ സാലഡ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ റെസിപ്പി എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റാണ്. ആ റെസിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വെജിറ്റബിളുകൾ ഏതൊക്കെ വേണമെന്നും അതെങ്ങനെയൊക്കെ കട്ട് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തു. നമ്മൾ ഈ ടെമ്പററി ആയിട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ ഈ കട്ട് ചെയ്ത വെജിറ്റബിളുകളൊക്കെ നമ്മൾ ഈ കട്ടിംഗ് ബോർഡിന്റെ ഒരു കോർണറിലേക്ക് നമ്മൾ മാറ്റാറുണ്ട്. അപ്പോൾ ആ കട്ടിംഗ് ബോർഡിന്റെ കോർണർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ രജിസ്റ്ററുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും. CPU രജിസ്റ്ററുകൾ. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെ അവിടെ സ്റ്റോർ ചെയ്യുന്നു. പിന്നീട് അത് എന്തിലേക്ക് മാറ്റുന്നു? നമ്മൾ വീണ്ടും കൗണ്ടർ ടോപ്പിലേക്ക് തന്നെ മാറ്റുന്നു, അതായത് റാമിലേക്ക് തന്നെ മാറ്റുന്നു. ഇത് നമ്മൾ ബോളിലാക്കുന്നു, സാലഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഇത് വീണ്ടും തിരിച്ച് നമുക്ക് പിന്നീടാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ തിരിച്ച് നമ്മൾ റെഫ്രിജറേറ്ററിലേക്ക് ഹാർഡ് ഡിസ്കിലേക്ക് തന്നെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മെമ്മറികൾ, കമ്പ്യൂട്ടർ മെമ്മറികൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അത് ഓരോ ഭാഗവും എങ്ങനെ എന്തുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്യാഷ് മെമ്മറി കുറച്ചും കൂടി എളുപ്പത്തിൽ വെജിറ്റബിളിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പോർഷൻ അല്ലെങ്കിൽ ഈ ബോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് മെമ്മറി ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ വളരെ സ്പീഡപ്പ് ആയിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സാലഡ് പ്രിപ്പറേഷൻ നടത്തുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ മെമ്മറി, ഓരോ മെമ്മറിയുടെയും റോൾ. നമുക്ക് ഒരു മെമ്മറി മാത്രം പോരാ. സെക്കൻഡറി സ്റ്റോറേജിന് അതിൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട്, റാമിന് അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ക്യാഷ് മെമ്മറിക്ക് അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, രജിസ്റ്റേഴ്സും മസ്റ്റായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ വേണ്ട മെമ്മറിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മെമ്മറികളെ കുറിച്ച് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ച്, ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു വെരി മച്ച്.